ഇനി ഇതെല്ലാം ഒന്ന് യോജിച്ച് വരട്ടെ. ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ ചുക്ക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഇഞ്ചിൻ്റെ ഫ്ലേവർ നന്നായിട്ടുണ്ടല്ലോ. ഇനി ഇതിനകത്തേക്ക് 1-ാം പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് തിളവരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇപ്പം ചെറുതായിട്ട് ചൂടുണ്ട് കേട്ടോ. ഇത് വായിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ ചേന അതുപോലെ തന്നെ ഇഞ്ചി ഇതൊക്കെ കടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പം നല്ലൊരു പായസമാണ്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ